ഇന്നത്തെ എപ്പിസോഡ് 9:30 തുടങ്ങിയിട്ട് 10:45 വരെ ഉള്ളൊരു ലാഗ്. പക്ഷെ എൻ്റെ പൊന്നേ, ഇരുന്നിരുന്നിരുന്നിരുന്നിരുന്ന് മെനക്കെട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 10:45 മുതൽ 11:30 വരെ ഓക്കെ പെർഫെക്റ്റ് ആയിരുന്നു. ഇങ്ങനെ പ്ലാവിന്ന് ചക്ക അടത്തിടും കണക്കായിരുന്നു. ഇഷ്ടം പോലെ എനിക്ക് തോന്നുന്നു ഈ വീക്കിൽ എല്ലാ കാര്യങ്ങളും ചോദിച്ചു, പക്ഷേ കംപ്ലീറ്റ്ലി ഒന്നിലേക്ക് ഇറങ്ങിപ്പോയില്ല. തൊട്ട് എല്ലാം ഇങ്ങനെ ടച്ചിങ്സ് കണക്കെല്ലാം ടച്ച് ചെയ്ത് പോയി. എല്ലാ കാര്യവും ചോദിച്ചു. എനിക്ക് തോന്നുന്നു നാളെ മിക്കവാറും ഒന്നും കാണത്തില്ല. ഈ പറയുന്ന എവിക്ഷനും കാണും, പിന്നെ ഫുൾ സെലിബ്രേഷൻ ആയിരിക്കും. 50th ഡേ ആണല്ലോ, 49th ആണ് 50th. അപ്പോൾ അതിൻ്റെ സെലിബ്രേഷനൊക്കെ ആയതുകൊണ്ടായിരിക്കും ഇന്ന് എല്ലാ കാര്യങ്ങളും തൊട്ടങ്ങ് പോയത്. പക്ഷെ ആദ്യത്തെ ഈ ഫസ്റ്റ് ഹാഫ് എന്തിനാണ് അവരിങ്ങനെ ലാഗ് അടിപ്പിച്ചതെന്ന് എനിക്കറിയത്തില്ല. കാരണം അമ്മാതിരി ലാഗായിരുന്നു അത് കണ്ടുകൊണ്ടിരിക്കാൻ. ഇന്ന് സാജനയ്ക്ക് ചൊവ്വേ കിട്ടി. സാജനയെ എടുത്ത് തലയിൽ ചുമന്ന് നടക്കുന്നു വിജയ് സേതുപതി എന്ന് പറഞ്ഞുകൊണ്ട് സാജന ഇഷ്ടംപോലെ സാജനയ്ക്ക് വിജയ് സേതുപതിയുടെ വായിൽ നിന്ന് കിട്ടി. എനിക്ക് തോന്നുന്നു വിജയ് സേതുപതിയുടെ നെഗറ്റീവ് സാജനയെ സേവ് ചെയ്യുന്നു, സാജന മഹാരാജയിൽ അഭിനയിച്ചത് കൊണ്ട്, പുള്ളിക്കാരൻ്റെ മകളായിട്ട് അഭിനയിച്ചുകൊണ്ട് ഭയങ്കര പാർഷ്യാലിറ്റി കാണിക്കുന്നു എന്നൊക്കെ ഒത്തിരി പേര് പറയുന്നുണ്ട്. അതൊന്ന് മാറ്റിക്കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഓവറായിട്ട് സാജന എടുത്തിട്ട് കുടഞ്ഞത്. സാജന 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 ഇന്നത് തന്നെയായിരുന്നു. സാജന കരഞ്ഞ് അലറി വിളിച്ച് ഏങ്ങി ഭയങ്കര പ്രശ്നമാണ് ഇന്നത്തെ വീക്കെൻഡിൽ. പിന്നെ മഞ്ജരിയുടെ ക്യാപ്റ്റൻസിയെ കുറിച്ച് സംസാരിച്ചു. പിന്നെ 8ാമത്തെ സീസണിൽ എന്ത് പ്രത്യേകതയാണ് ഉള്ളത്, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, എന്തിനാണ് എന്തോ. അതിനുശേഷം നമ്മുടെ റോള് ഈ പറയുന്ന നടുക്ക് വന്നിരിക്കുന്ന ആ ഒരു വര, ആ വരയുടെ വീട് അപ്പുറമുള്ള വീടുകൾ തമ്മിൽ ചേഞ്ച് ആയപ്പോഴത്തേക്ക് ആണുങ്ങൾ അപ്പുറത്തോട്ട് പെണ്ണുങ്ങൾ ഇപ്പുറത്തോട്ട് വന്നപ്പോൾ ഉള്ള ചേഞ്ചിനെ കുറിച്ച് സംസാരിച്ചു. ജഫ്രിയെ കൊണ്ട് ഏത്ത വെടിയിപ്പിച്ച സാജനയുടെ കേസ് സംസാരിച്ചു. അവിടെയാണ് മെയിൻ അടി പൊട്ടുന്നത് വീക്കെൻഡിൽ. മുത്തവും മഞ്ജരിയായിട്ടുള്ള ആ ഒരു ടാസ്കിൻ്റെ ഇഷ്യൂ സംസാരിച്ചു. വീക്കിലി ടാസ്ക് തൊട്ടങ്ങ് പോയി. അപ്പോൾ വൈകിപ്പിക്കേണ്ട, തുടങ്ങാം. ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 8ൻ്റെ ഡേ 48 നവംബർ 23 വീക്കെൻഡിൻ്റെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മോൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യണം. എനിക്ക് കിടന്ന് അലച്ച് കീറാൻ വയ്യ, ഹെൽത്ത് വളരെ മോശമാണ്. ഞാൻ ഇന്നലെ ഒന്നും ഒട്ടും ഉറങ്ങിയില്ല. അപ്പോൾ ഇന്ന് എനിക്ക് കണ്ണിങ്ങനെ അടഞ്ഞുകൊണ്ട് വരണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അലറി കീറാതെ ഇങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ ഫ്രൈഡേയിലെ കുറച്ച് സംഭവങ്ങളാണ് കാണിക്കുന്നത്. അറിയാമല്ലോ, ഫ്രൈഡേയിലെ സാധനങ്ങൾ വേറെ ഒന്നുമല്ല, നമ്മളെ 5 സ്റ്റാറിൻ്റെ മുട്ടായി, ഈറ്റ് 5 സ്റ്റാർ ഡു നത്തിങ്, അതാണല്ലോ. ഇവരുടെ ഈ വീട്ടിൽ ഇവരൊക്കെ ഒന്നും ചെയ്യാതിരിക്കുന്ന കുറേ ഫോട്ടോസൊക്കെ ആക്ടിവിറ്റി ഏരിയയിൽ വെക്കുന്നു. ഒന്നും ചെയ്യാതെ, ഇവർ ഒരു പണിയും ചെയ്യാതെ ഈറ്റ് 5 സ്റ്റാർ ഡു നത്തിങ്, മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്ന കുറേ വിഷ്വൽസും പ്ലാസ്മ ടി വിയിൽ കാണിച്ചു കൊടുക്കുന്നു. പിന്നെ അവർ കുപ്പിയൊക്കെ കറക്കി കളിക്കുന്നു. പക്ഷേ ഇതിനകത്ത് തർഷികയുടെയും വിശാലിൻ്റെയും ഒരു ലവ് കോംബോ വരുന്നുണ്ട്. പക്ഷെ ആ ലവ് കോംബോ റിയാലിറ്റി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അറിഞ്ഞുകൂടാ. പക്ഷേ അത് കണ്ടിട്ട് റിയാലിറ്റി എന്നാണ് തോന്നുന്നത്. കാരണം തർഷിക അത് എന്താ പറയുക, തർഷികയ്ക്ക് വിശാലിൻ്റെ അടുത്തൊരു ക്രഷ് ഉണ്ട്. പക്ഷെ അത് അവതരിപ്പിക്കുന്ന രീതി കണ്ടിട്ട് അത് സാധാ നമ്മൾ ബിഗ് ബോസിൽ കാണും പോലത്തെ ഒരു ക്രഷ് അല്ല. അത് ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു, വിശാലിനെ ഭയങ്കരമായിട്ടൊന്നുമില്ല, പക്ഷെ തർഷികയുടെ ആ ഒരു മുഖത്ത് നമുക്ക് കുറേ കാര്യം മനസ്സിലാവുമല്ലോ. അപ്പം അങ്ങനെ ഫീൽ ചെയ്യുന്ന തർഷികയ്ക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെന്നാണ് ഈ പറയുന്ന വിശാലിൻ്റെ അടുത്ത്. പിന്നീട് റാണവും പവിത്രമായിട്ടുള്ളത് അതൊരു കോംബോ തന്നെയാണ്. പവിത്രയും എൻജോയ് ഇത്രയും ദിവസം. പക്ഷേ എനിക്ക് തോന്നുന്നു പവിത്ര റാണവിനെ എതിർത്തുകൊണ്ടാണ് ഇരുന്നത്. ആ ടാസ്ക് ഒക്കെ നടക്കുന്ന സമയത്ത് എപ്പിസോഡ് കാണുമ്പോഴത്തേക്കും റാണവ് ഒന്നുകൂടെ അടുത്തിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും പവിത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോഴത്തേക്കും പവിത്രയ്ക്ക് ദേഷ്യമാണോ ഇവൻ്റെ അടുത്ത്, ഇവൻ വന്ന് അങ്ങനെ നിൽക്കുമ്പോൾ അങ്ങനെയൊക്കെ അത് നമുക്ക് ആദ്യം തോന്നും. പക്ഷേ ഇപ്പോൾ പവിത്രയും ഫണ്ണാക്കി ഇതിനെ എടുത്തിട്ടുണ്ട് സാധനം. ആദ്യമേ ഫണ്ണാണെന്ന് കുറേ പേരൊക്കെ കമൻറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടു. പക്ഷേ ഇപ്പോഴാണ് പവിത്ര അത് ഓക്കെ നമുക്ക് ഫണ്ണായിട്ട് അങ്ങനെ കൊണ്ടുപോകാന്നൊക്കെ പറയുന്നത്. വീട്ടുകാരെ ഫുള്ള് ഡൗട്ട് അടിച്ചിരിക്കുകയാണ് ഇവരുടെ റിലേഷൻ എന്താണെന്നുള്ളത്. അപ്പം അൻഷിത അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അപ്പം റാണവ് പറയുന്നതിന് നമ്മൾ തമ്മിൽ അങ്ങനെ ഇല്ല, ഫണ്ണാണ്. അപ്പം അൻഷിത സോറിയൊക്കെ പറയുന്നത്. ഇതൊക്കെ ഫ്രൈഡേയിലത്തെ നടന്ന കേസാണ്, ഇമ്പോർട്ടൻ്റ് സാധനങ്ങളല്ല. ഇനി സാറ്റർഡേയിലത്തെ കേസ്. വിജയ് സേതുപതി വരുന്നു, കണ്ടസ്റ്റൻസിനോട് സ്ക്രീനിൽ ചേരുന്നു. നിങ്ങൾ 7 സീസൺ ബിഗ് ബോസ് കണ്ടിട്ടുണ്ടല്ലോ. ആ 7 സീസണിൽ നിന്നും ഈ 8ാമത്തെ സീസണിലേക്ക് വന്നപ്പോൾ നിങ്ങൾ ഇവിടെ പൊരുതി നടക്കുന്നതിൽ നിങ്ങളിവിടെ പൊരുതുന്നതിൽ എന്ത് മാറ്റമാണ് വന്നത്? ഇതാണ് വിജയ് സേതുപതി ആക്ച്വൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. സീസണെ കമ്പയർ ചെയ്യാനല്ല, ചലഞ്ചിങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടില്ല, നിങ്ങൾ ഫേസ് ചെയ്യുന്ന ബാക്കിയുള്ള സീസൺസിൽ നിന്നും കമ്പയർ ചെയ്യുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾ എന്താ പറയുക, ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു ഡിഫറൻസ് എന്താണ്? ഇതാണ് കറക്റ്റ്. പക്ഷേ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മളെ കുറേ അങ്ങ് ബ്ലാങ്ക് ആയിപ്പോവും. വീട്ടുകാർ മൊത്തം ബ്ലാങ്ക് ആവുന്നു, ആരുടെ കയ്യിലും ഉത്തരം പറയാനില്ല. വിജയ് സേതുപതി ചോദിച്ചെന്തെന്ന് ഒരു ആർക്കും അറിഞ്ഞുകൂടാ. റയാൻ ഒരു വിധത്തിൽ നമ്മുടെ
എന്താ ജാക്കിലിന് മുത്തുവാണ് ഇതിന് നല്ലൊരു മറുപടി കൊടുക്കുന്നത്. ബാക്കിയുള്ളവരും ബാക്കി സീസൺ അങ്ങനെയായിരുന്നു, ഈ സീസണിൽ ആൾ കുറവാണ്, പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് തട്ടിയും മുട്ടി ആരും പറയുന്നു ഈ സീസണിൽ ഇപ്പോഴും കൂടുതൽ പേരുണ്ട്, അപ്പോൾ 7ാമത്തെ വീക്കായിട്ടും കൂടുതൽ. അപ്പോൾ അങ്ങനെ അല്ല, വിജയ് സേതുപതി ആ സാധനമല്ല ചോദിച്ചത്. ജാക്കിലിൻ പറയുന്നുണ്ട് ബാക്കിയുള്ള സീസൺ വെച്ച് നോക്കുമ്പം ഇൻഡിവിജ്വലായിട്ട് നമ്മൾ കളിക്കണമായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് കളിക്കുന്നുണ്ടെങ്കിലും ബാക്കിയുള്ള സീസണുകളിൽ ഗ്രൂപ്പായിട്ട് ചേരുമ്പോൾ അതൊരു പ്രശ്നമാണെങ്കിൽ ഈ സീസണിൽ നമ്മൾ ഗ്രൂപ്പായിട്ട് ചേരുമ്പോൾ അത് നമുക്ക് ടീം വർക്കായിട്ട് കറക്റ്റായിട്ട് അത് പ്ലേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് വിജയ് സേതുപതി ആക്ച്വലി ഉദ്ദേശിച്ച സാധനങ്ങൾ ഇതൊക്കെയാണ്. പക്ഷേ ഇത് ആരും പറയാൻ അറിഞ്ഞുകൂടാ. വിജയ് സേതുപതി പറയുകയും ചെയ്യുന്നു, ഇതുപോലെ പറയും. മുത്തുവും പറയുന്നു ഈ സീസണിൽ ബാക്കിയുള്ളതിൽ ആരൊക്കെയാണ് മത്സരാർത്ഥികളെങ്കിൽ ഇതിനകത്ത് ആരൊക്കെയാണ് പുണ്യാളന്മാർ എന്നുള്ള കാര്യമാണ് ഇതിനകത്ത് നോക്കാനുള്ളത്. അത് കറക്റ്റാണ്, അതും മുത്തു പറയുന്നതും കറക്റ്റാണ്. അപ്പം രഞ്ജിത്ത്, സമീം, വിജയ് സേതുപതി ഈ സീസണിലുള്ളതല്ലേ, അതല്ലേ ഒരു പുതിയ അനുഭവം എന്നൊക്കെ പറഞ്ഞാൽ സുഖിപ്പിക്കുന്നു. അതിനുശേഷം വീട് മാറിയ കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ്. ആണുങ്ങളെ പെണ്ണുങ്ങളുടെ വീട്ടിലേക്കും പെണ്ണുങ്ങളാണ്. ഇത് ഭയങ്കര ബോർ സെക്ഷനാണ്. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് ഇനിയാണ് എന്തെങ്കിലും ഉള്ളത്. അപ്പോൾ വർഷിണി ടാസ്ക് കൊടുക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുന്നു. നമ്മൾ ടാസ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പർ സൈഡ് നമുക്ക് കിട്ടിയതുപോലെ ആയിരുന്നു ആദ്യം, അപ്പുറത്ത് പോകണമെന്നുള്ള വാശി. അപ്പോൾ ജാക്കിലിൻ ഇവർ എന്താ പറയുക, ഓരോരോ കാര്യങ്ങൾ എൻ്റെ അടുത്ത് ആരോട് വന്നിങ്ങനെ കെഞ്ചും. അപ്പോൾ എനിക്ക് നല്ല രസമായിട്ട് എന്താ മനസ്സുഖം, ഞാനും കഴിഞ്ഞ ആഴ്ച കെഞ്ചിയതുപോലെ. അപ്പോൾ അൻഷിത, ഇവിടെ കുറേ പേര് പറയുന്നുണ്ട് അവർ കാണിച്ചതുപോലെ തിരിച്ച് കാണിക്കാനല്ല ഈ വീട്ടിലോട്ട് വന്നതെന്ന്. പക്ഷേ ഇവർ റിവെഞ്ച് മൈൻഡ് കാണിച്ചിട്ടുണ്ട്, അത് എല്ലാവർക്കും. അപ്പോൾ ദീപക്ക്, ഇവർ കുറച്ചുകൂടെ ആലോചിക്കാൻ തുടങ്ങി. ടാസ്ക് കൊടുത്തവ അപ്പുറത്തെ വീട്ടിലോട്ട് വന്നപ്പോൾ എന്ത് ടാസ്ക് കൊടുക്കും എന്നുള്ള കാര്യം ആലോചിക്കാൻ തുടങ്ങി. അപ്പോൾ മുത്തു, ഇപ്പം ഗെയിമിൽ മനസാക്ഷി നമുക്കില്ല എന്നൊക്കെ ഇവർ ഒരുപാട് പേര് പറഞ്ഞു. ഇവർക്ക് ഗെയിമിൽ മനസാക്ഷി അറിയാമോ ഇല്ല അതൊക്കെ വേറെ കാര്യം. പക്ഷേ ടാസ്ക് കൊടുക്കുന്നതേ ഒരു ടാസ്ക്കാണ്, എന്ത് ടാസ്ക് കണ്ടുപിടിക്കും എന്നുള്ള കാര്യം ഇപ്പോൾ അവർ പഠിച്ചു എന്ന് പറയുകയാണ്. അതിനുശേഷമാണ് ടാസ്ക് മഞ്ജരിയുടെയും ഈ മുത്തുവിൻ്റെയും ടാസ്ക് കേസ് വരുന്നത്. മഞ്ജരി മുത്തുവിനെ കൊണ്ട് ഫസ്റ്റ് ടാസ്ക് ജയിച്ച ആ കാര്യം എന്താണെന്ന് വിജയ് സേതുപതി ചോദിക്കുന്നു. അപ്പോൾ സൗന്ദര്യ പറഞ്ഞിട്ടും വീണ്ടും എന്തിനാണ് മുത്തു ആ ടാസ്ക് ചെയ്തത്, അത് ഒരു സെറ്റ് ചെയ്യാനല്ലേ പറഞ്ഞുള്ളൂ. അപ്പോൾ മഞ്ജരി, ഞാനാണ് ആ ടാസ്ക് കൊടുത്തത്, പക്ഷേ ഞാൻ അവൻ്റെ മുന്നിൽ 3 എണ്ണം എന്ന് പറഞ്ഞെങ്കിലും ആ സൗന്ദര്യ എടുത്ത് ഞാൻ പറഞ്ഞിരുന്നു ഒരു തവണ ചെയ്യിച്ചിട്ട് മതിയാക്കാൻ, എന്നിട്ട് ഞാൻ കുളിക്കാൻ പോയി. അപ്പോൾ സൗന്ദര്യ, ഞാൻ പറഞ്ഞിട്ട് ഇവൻ കേട്ടില്ല. അപ്പോൾ മുത്തു, എനിക്ക് ടാസ്ക് തന്നത്, ഞാൻ ടാസ്കിനെ സീരിയസ് ആക്കിയാണ് എടുത്തത്, എനിക്ക് 3 സെറ്റ് ടാസ്ക്കാണ് തന്നത്, അത് മഞ്ജരി വന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മാറ്റിയേനെ, മഞ്ജരി വന്നു പറഞ്ഞു, ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അവിടെ അപ്പോഴത്തേക്കും പ്രശ്നമായി. അപ്പോൾ മഞ്ജരി, ഇവർ കളിക്കുകയായിരുന്നു, ഞാൻ ഈ കൊടുത്ത സാധനം വെച്ച് ഇവർ അതിനെ ഒരു ഗെയിമാക്കി മാറ്റുമായിരുന്നു. അപ്പോൾ വിജയ് സേതുപതി, അല്ല, നിങ്ങൾ വന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് പ്രശ്നമായപ്പോഴല്ലേ, നിങ്ങൾക്കത് ഗെയിമാണെന്ന് മനസ്സിലായത് പ്രശ്നമായപ്പോഴല്ലേ. അപ്പം മഞ്ജരി പറഞ്ഞു, ഞാനിത് കളിയായിട്ടാണ് കൊടുത്തത്, പക്ഷേ ഇത് അവസാനം പ്രശ്നമായി. അപ്പോൾ അരുൺ, ഇവിടുത്തെ പദവി മാറിയിട്ടില്ല, ഞാൻ ആ സമയത്ത് ക്യാപ്റ്റനാണ്, ഇവർ അപ്പുറത്തെ വീട്ടിലേക്ക് പോയിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ മുത്തുവിനെ എന്തിനിങ്ങനെ ചെയ്തു എന്ന് ചോദിക്കാൻ പോയപ്പോൾ മുത്തു എൻ്റെ ഫ്രണ്ടാണ്, നീ ഇതിൽ ഇടപെടേണ്ട എന്നുള്ള ലെവലിലാണ് അവർ സംസാരിച്ചത്. പിന്നെ എൻ്റെ മോക്കിങ് എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് പിന്നീട് മാപ്പൊക്കെ പറഞ്ഞു, പക്ഷേ ഇതുപോലെയാണ് എൻ്റെ അടുത്ത് സംസാരിച്ചതെന്ന് അരുൺ പറയുന്നു. അപ്പോൾ വിജയ് സേതുപതി, അല്ല, ഗേൾസിൽ ഈ ഡിസ്കഷനിൽ ഗേൾസ് ഉണ്ടായിരുന്നോ? അതെ, നമ്മളുണ്ടായിരുന്നു, ഗേൾസ് എല്ലാം ഉണ്ടായിരുന്നു, ഈ ഡിസ്കഷനിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അരുൺ, ഞാൻ എൻ്റെ കിരീടം മഞ്ജരിക്ക് കൊടുക്കുന്നത് വരെ, മഞ്ജരി ക്യാപ്റ്റൻ ആവുന്നത് വരെ മഞ്ജരിക്ക് പവർ കാണിക്കാം. വിജയ് സേതുപതി, അവരുടെ വീടല്ലേ, അവർക്ക് കാണിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. നിങ്ങൾ അവരുടെ അടുത്ത് എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ അവരുടെ വീടാണ്, അപ്പോൾ അവർക്ക് നിങ്ങൾക്ക് റൂള് തരാം. അപ്പം മുത്തു, എന്നെ വിളിച്ച് ആദ്യം ടാസ്ക് ചെയ്യാൻ വിളിച്ചപ്പോഴേ ഞാൻ ഇവിടുത്തെ ഇൻചാർജ് ആരാണെന്നാണ് ചോദിച്ചത്. അത് കറക്റ്റാണ്. മുത്ത് ചോദിച്ചു ഇൻചാർജ് ആരെന്ന് ചോദിച്ചപ്പോൾ ഇവർ ആ തത്തിക്കളിച്ച് അങ്ങനെ നിൽക്കുവാണ് ചോദിച്ചാൽ മഞ്ജരി പറയണത്, മുത്തു അല്ലാതെ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ ആ ടാസ്ക് കൊടുക്കില്ലായിരുന്നു. അപ്പോൾ വർഷിണി, സാർ, ഇവർ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. നമ്മളെ ഡീഗ്രേഡ് ചെയ്യണം, ഈ ആണുങ്ങൾക്ക് നമ്മളെ ഡീഗ്രേഡ് ചെയ്യണം, നമ്മൾ കൊടുക്കുന്ന ടാസ്ക് ആയാലും അങ്ങനെ അവരെ എന്നും നമ്മളെ ഡീഗ്രേഡ് ചെയ്യണം. അപ്പോൾ ആനന്ദി, സാർ, അതൊന്നും അല്ല കാര്യം, നമ്മളൊരു ടാസ്ക് കൊടുക്കുമ്പോൾ ഇവരത് കംപ്ലീറ്റ് ചെയ്യും, ഇവർക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇവരത് പറയണം. നമ്മൾ എന്തോരം ടാസ്കുകൾ അങ്ങനെ പറയുന്നുണ്ട്, പക്ഷേ ഇവരത് പറയത്തില്ല. ഇത് പറയാത്തതിന് കാരണം നമുക്ക് ഈ ടാസ്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് ഇവരുടെ മെയിൽ ഈഗോ സമ്മതിക്കുന്നില്ല. അടുത്ത് ജെഫ്രിയുടെയും സാജനയുടെയും കേസിലേക്ക് വരുന്നു. സാജന ജെഫ്രിയെ കൊണ്ട് 100 തവണ ഇരുത്തി ഇങ്ങനെ ഏത്തം പിടിപ്പിച്ച ആ കേസാണ്. അത് സാജന, ഞാൻ എന്ത് ചെയ്യുന്നു, ശിക്ഷ പേഴ്സണൽ ടാർഗറ്റ് ആയിട്ടൊന്നും അല്ല കൊടുത്തത്. അപ്പോഴത്തേക്കും ജെഫ്രി പറഞ്ഞു 100 എണ്ണം വെച്ച് എനിക്ക് എൻ്റെ കൈയും കാലും ഒന്നും അവസാനം വയ്യാതെ. തർഷിക പറയാണ്, അല്ല, പേഴ്സണൽ ടാർഗറ്റായിട്ട് തന്നെയാണ് സാജന ഇത് കൊടുത്തത്, കാരണം ജെഫ്രിക്ക് അത്രയ്ക്ക് വയ്യാതായി. വിജയ് സേതുപതി, ആരൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നു ജെഫ്രിക്ക് ഇത് പേഴ്സണൽ ആയിട്ടാണ് കൊടുത്തത്? എല്ലാവരും കൈവെക്കുന്നു.
എല്ലാ പെണ്ണുങ്ങളും കൈ വെക്കുന്നു. അപ്പം ഫുള്ള് ഓപ്പോസിറ്റ് ആകുമ്പോൾ അപ്പം മഞ്ചരി ചെയ്തതോ മഞ്ചരി മുത്തുവിന് കൊടുത്തതിനോ ആരൊക്കെ യോജിക്കുന്നു? ആരും യോജിക്കുന്നില്ല. അപ്പോഴത്തേക്കും തന്നെ സാജനയ്ക്ക് പെണ്ണുങ്ങൾ ആരും കൂടെ ഇല്ലാതപ്പോൾ തന്നെ ഭയങ്കര വിഷമമാവുന്നു. അപ്പോൾ പവിത്ര നിങ്ങളിപ്പോൾ കൈ പൊക്കിയില്ലേ, നിങ്ങൾ രാജമാതയായിട്ടിരുന്നിട്ട് ഈ പറയുന്ന ജെഫ്രിക്ക് ആ ശിക്ഷ കൊടുത്തപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ തടഞ്ഞില്ല? പവിത്ര റാണിയാണ് സർവാധികാരം, അപ്പം ഞാൻ എങ്ങനെയാണ് തടയുന്നത്? അപ്പം അൻഷിത എൻ്റെ പൊന്ന് സാറേ, സാജനയോട് പറഞ്ഞു കഴിഞ്ഞാൽ സാജന എല്ലാം പേഴ്സണലായിട്ടേ എടുക്കത്തുള്ളൂ. എന്തെങ്കിലും കാര്യം പറഞ്ഞു കൊടുത്ത് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിലും സാജന അതിനെ പേഴ്സണലായിട്ട് കണ്ടുകൊണ്ട് സാജന അവർക്ക് ശിക്ഷകൾ കൊടുക്കുകയുള്ളൂ. ഈവൻ സാജന ഈ പറയുന്ന സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നോമിനേഷനിൽ വന്നു, വീക്കായിട്ടുള്ള ആൾക്കാർ നോമിനേഷനിൽ വന്നില്ല എന്ന് പോലും ഈ പറയുന്ന നോമിനേഷൻ കഴിയുമ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ സാജനയുടെ ബിഹേവിയറും പേഴ്സണലി ഭയങ്കര മോശമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജെഫ്രി, ഞാൻ സാർ അതെല്ലാം കഴിഞ്ഞു പോട്ടെ, ഈ ടാസ്കൊക്കെ ഞാൻ ചെയ്തു, എനിക്ക് പറ്റിയില്ലെങ്കിലും ഞാൻ ചെയ്തിട്ട് അവസാനം ഞാൻ കാല് വയ്യാതെ വന്ന് കിടന്നപ്പോൾ നിനക്ക് ഹേർട്ടായോ എന്ന് വന്ന് എന്നോട് ചോദിച്ചു. അപ്പം ഇത് എന്താ, അപ്പം ഞാൻ ഒന്നും മിണ്ടിയില്ല. അപ്പം ഞാനിത് വേണമെന്ന് കരുതി ചെയ്തതാണ് എന്ന് സാജന പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പൊയ്ക്കോ എന്നിങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പോൾ വിജയ് സേതുപതി എന്താ സാജന ഒരാൾ വയ്യാതെ കിടക്കുമ്പോൾ പോയിട്ട് വേണമെന്ന് കരുതി ചെയ്തു. അപ്പോൾ സാജന പറഞ്ഞു ഞാൻ അങ്ങനെയല്ല ചോദിച്ചു, ഞാൻ ഹേർട്ടായോ എന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞത് ഞാനിത് വേണമെന്ന് കരുതി ചെയ്തതാണടാ, അല്ലാതെ ഞാൻ വെറുതെ ഫണ്ണായിട്ട് തുടങ്ങിയതല്ല, അതായത് സത്യം എന്താണെന്ന് ഞാൻ അവരുടെ അടുത്ത് പറയുമായിരുന്നു. എന്നിട്ട് ഞാൻ സോറി ജെഫ്രി എന്നും പറഞ്ഞു. അപ്പോൾ ജെഫ്രി ഇല്ല സാർ സോറി പറഞ്ഞിട്ടില്ല, എൻ്റെ അടുത്ത് പറഞ്ഞിട്ടേ ഇല്ല. അപ്പോഴത്തേക്കും സാജന രഞ്ജിത്ത് അണ്ണനുണ്ട് കേട്ടു, ഓക്കെ രഞ്ജിത്ത് അണ്ണ സോറി പറഞ്ഞു. സോറി പറഞ്ഞല്ലോ, ഞാൻ കേട്ടു, സോറി പറഞ്ഞു. അപ്പോൾ വിജയ് സേതുപതി മഞ്ചരി നിങ്ങൾ കേട്ടോ, നിങ്ങൾ അടുത്തുണ്ട്? ഇല്ല സോറി ഒന്നും പറഞ്ഞിട്ടില്ല, സോറി പറഞ്ഞിട്ടില്ല സാജന. അപ്പം രഞ്ജിത്ത് ഇല്ല ഞാൻ കേട്ടു. അപ്പോൾ ജെഫ്രി സോറി എൻ്റെ അടുത്തുനിന്ന് എൻ്റെ അടുത്തല്ലേ അവർ നിന്നാ, നിങ്ങളുടെ അടുത്തല്ലല്ലോ, എൻ്റെ അടുത്തുനിന്ന് അത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഈ സോറി മാത്രം എന്തുകൊണ്ട് കേട്ടില്ല? സോറി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യം കളയുന്ന ഒരാളാണ് ഞാൻ. വിജയ് സേതുപതി അത് നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, അധികാരം കയ്യിൽ വരുമ്പോഴുള്ള മാറ്റം പലർക്കും ഇവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ആനന്ദി സാർ ഇവിടെ കഴിവ് കാണിക്കാനുള്ള ടാസ്ക്കാണ് നമ്മൾ അവർക്ക് കൊടുക്കാമെന്ന് കരുതിയിരുന്നത്, റിവഞ്ച് ആയിട്ടല്ല. അവരുടെ ഉള്ളിൽ എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അത് പുറത്തു വരട്ടെ എന്നുള്ള ടാസ്കുകളാണ് നമ്മൾ ബോയ്സിന് കൊടുക്കാനിരുന്നത്. പക്ഷെ അവസാനം ഇത് റിവഞ്ചിൽ വന്ന് ഇത് റിവഞ്ച് ചെയ്യാം, നമുക്ക് അവരോട് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞതേ ഈ പറയുന്ന സാജനയാണ്. സാജനയോട് നമ്മൾ പറഞ്ഞിട്ടും സാജന തുടക്ക സമയത്ത് റിവെഞ്ചിങ് മൈൻഡിലാണ് നിന്നത് എന്ന് പറയുന്നു. വിജയ് സേതുപതി ബ്രേക്ക് എടുത്ത് പോകുന്നു. സാജന ഭയങ്കര കരച്ചിലാണ്, നേരെ പോകുന്നു, വാഷ്റൂമിനകത്ത് കയറുന്നു, ഏങ്ങി അലറി കരയുന്നു. പെണ്ണുങ്ങളെല്ലാം ഒന്ന് തട്ടി വിളിച്ച് വെളിയിലിറങ്ങി പെണ്ണുങ്ങളെ കെട്ടിപ്പിടിക്കാൻ പോകുന്നു. ഒരു രീതിയിൽ സാജന കെട്ടിപ്പിടിക്കാൻ സമ്മതിക്കുന്നില്ല. ഭയങ്കര കരച്ചിൽ, ബെഡ്റൂമിൽ കൊണ്ടുപോകുന്നു. ഭയങ്കരമായ കരച്ചിലാണ്. എല്ലാവരും ഓടിക്കൂടുന്നു. അവസാനം എനിക്ക് മുത്തുവണ്ണനെ കാണണം. മുത്തുവണ്ണൻ വരുന്നു, മുത്തുവിനെ കെട്ടിപ്പിടിക്കുന്നു. അണ്ണാ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല, ഞാൻ ആരെയും പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരാളല്ല എന്നൊക്കെ പറഞ്ഞാൽ സാജന ഭയങ്കരമായിട്ട് കരയുന്നു. വിശാൽ വരുന്നു, സമാധാനിപ്പിക്കുന്നു. അടുത്ത് ജെഫ്രി വരുന്നു, അതെല്ലാം പോട്ടെ എന്നൊക്കെ പറഞ്ഞ് ആ വിഷയം അങ്ങ് തീരുവാണ്. പക്ഷെ സാജന ഇതോടുകൂടി സാജന തീർന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കരച്ചിലായിരുന്നു. ഞാൻ ഈ പറയും പോലെ തന്നെ ഭയങ്കരമായ കരച്ചിലായിരുന്നു. എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലാവും. അപ്പോൾ ഒരുവിധം അതങ്ങ് പറഞ്ഞ് തീരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് രഞ്ജിത്ത് അണ്ണൻ സോറി പറഞ്ഞു. അപ്പോൾ ജെഫ്രി പറഞ്ഞില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാജന സോറി പറഞ്ഞിട്ടില്ല. അപ്പോൾ രഞ്ജിത്ത് ചിലപ്പോൾ കേട്ടതിൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും. അടുത്ത വിജയ് സേതുപതി നിന്ന് ഡയറക്റ്റ് ക്യാപ്റ്റൻസിയെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇതെല്ലാം ചോദിക്കുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വീക്കിലി ടാസ്കിലെ ഇന്ന കഥാപാത്രം കൊള്ളായിരുന്നു, നിങ്ങൾ അങ്ങനെ ചെയ്ത കൊള്ളായിരുന്നു എന്ന് പറഞ്ഞ് ഓരോരുത്തരെ പ്രശംസിക്കുന്നുമുണ്ട്. അപ്പോൾ സത്യം പറയാണ്, മഞ്ചരിയുടെ ബെസ്റ്റ് കൊടുക്കാൻ മഞ്ചരി നോക്കി. പറയാൻ പറയുന്നു അവർക്ക് ആവശ്യമുള്ളപ്പോൾ അവൾ ക്യാപ്റ്റനായിട്ട് മാറി, ഇല്ലാത്തപ്പോൾ അവൾ സേനാധിപതിയായിട്ട് നിന്നു. അപ്പം സാജന പറയാൻ അത് ഞാൻ അവിടെ ബാഡ്ജ് ഒരെണ്ണം എടുക്കാൻ ഞാൻ ഫണ്ണായിട്ടുള്ള കാര്യം പറയാനായിട്ട് റാണവിൻ്റെ കേസ് റാണവിനെ എന്ത് ചെയ്തു, ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്തു മഞ്ചരി, അതുകൊണ്ടാണ് ഞാനത് എടുക്കാൻ വന്നത്. അപ്പോൾ മഞ്ചരി പറയണം ഞാൻ റാണവ് എൻ്റെ അടുത്ത് സംസാരിച്ച് ക്യാപ്റ്റനായിട്ടില്ല, ഒരു ഹൗസ് മെയിനോട് സംസാരിക്കുമ്പോഴാണ് സംസാരിച്ചത്. അപ്പോൾ റാണവ് ടാസ്ക് ഫ്രോഗ് ജമ്പ് തന്നിട്ട് ഞാൻ നേരെ ചെയ്തില്ല എന്ന് പറഞ്ഞ് വീണ്ടും എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറഞ്ഞു. അപ്പോൾ ആനന്ദി നേരെ ചെയ്തില്ലായിരുന്നു സാർ, ഇങ്ങനെ ചാടിക്കൊണ്ടിരുന്നപ്പോഴാണ് വീണ്ടും ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ മഞ്ചരി സാർ ഞാൻ അങ്ങനെ ചെയ്യിപ്പിച്ചത് മാത്രമല്ല ഇവനത് നേരെ ചെയ്യാത്തതുകൊണ്ട് ആ ഫ്രോഗിൻ്റെ സൗണ്ട് മാറ്റാനേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ റാണവ് സാർ ഞാനത് ചെയ്തു, എന്നിട്ട് വീണ്ടും എനിക്ക് ഞാനത് ചെയ്തു, അപ്പോൾ വീണ്ടും നീ ചെയ്ത സൗണ്ട് ശരിയായില്ല, വീണ്ടും ഒന്നുകൂടെ ചെയ്യുന്ന എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ വിജയ് സേതുപതി ഞാൻ പോണ് നിങ്ങൾ അപ്പോൾ ശരിയേ നാളെ കാണാമേ ഞാൻ പോണേ എന്നിങ്ങനെ പറയുകയാണ്. ഈ പറയുന്ന പോലെ റാണവ് ഒന്നും അപ്പം പറയുന്നത് അപ്പം സാറേ എനിക്ക് തോന്നിയല്ലേ സാർ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ വിജയ് സേതുപതി നല്ല ദേഷ്യം വരുന്നു വിജയ് സേതുപതിക്ക്, എനിക്ക് തോന്നിയതാണ് ഞാൻ പറഞ്ഞു ഞാൻ പോണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് ചോദിക്കുകയാണ് സാജന എന്താണ് പറ, നിനക്കെന്താ പറയാൻ, മഞ്ചരി നിനക്കെന്താ പറയാനുള്ളത്? അപ്പം മഞ്ചരി പറയണ സാർ അത് ആക്ച്വലി ഞാൻ അപ്പുറത്തെ വീട്ടിലേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു, ഞാൻ ഈ റയാൻ പറഞ്ഞ പോലെ അപ്പുറത്തെ വീട്ടിലോട്ട് ഞാൻ പോയിരുന്നു. പക്ഷേ ഞാനത് നമ്മുടെ വീട്ടിൽ നിന്നൊരു സാധനം മോഷണം പോയപ്പോൾ പടത്തലവിയായിട്ടാണ് പോയത്, അല്ലാത്തപ്പോൾ ഞാൻ ക്യാപ്റ്റനായിട്ട് തന്നെ നിന്നിരുന്നു.
അത് മാത്രമല്ല അപ്പുറത്തെ വീട്ടിലേക്ക് വന്ന് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പടത്തലവി ആ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ എല്ലാവരും അതിന് വേണ്ടിയിട്ട് ഒരുമിച്ച് സമ്മതിച്ചോ എല്ലാവരും. അപ്പോൾ എല്ലാവരും ഇതാരും അറിഞ്ഞിട്ട് പോയില്ല. അപ്പോൾ സാജന എന്താ അഭിപ്രായം? അപ്പോൾ സാജന സാർ ഇവിടെ എന്താ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാനൊന്നും അറിഞ്ഞില്ല. ഞാൻ ഇപ്പം വിജയ് സേതുപതി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു എന്താണ് സംഭവം എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. അപ്പം സാജന ഇല്ല സാർ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നു. അപ്പോൾ ഓക്കെ സാജന നിങ്ങൾ ഓഫാണെന്ന് മനസ്സിലായി. വിജയ് സേതുപതി മഞ്ജരി ഡിസിഷൻ എല്ലാവരോടും കൂടി ചോദിച്ച് കേട്ടൊക്കെ ഇനി എടുക്കണം കേട്ടല്ലോ. അപ്പോൾ ആരും അറിഞ്ഞില്ല. അപ്പോൾ മഞ്ജരി ഡിഫെൻഡ് ചെയ്യുമ്പോൾ വിജയ് സേതുപതി ഞാൻ പോട്ടാ പിന്നെ ഒന്നും പറയാനില്ലെങ്കിൽ അയ്യോ ഒന്നുമില്ല സാർ ഞാൻ ഇനി എല്ലാം ചോദിച്ച് ചെയ്തോളാം. അപ്പോൾ അരുൺ പറയാണ് അല്ല പോകണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വിജയ് സേതുപതി പോകുന്നു. അപ്പം ഇത്രയാണ് മെയിൻ ഇന്നത്തെ എപ്പിസോഡ്. വീക്കെൻഡിൽ നടക്കുന്ന സംഭവം ഇത്രയാണ്. അത് കഴിഞ്ഞിട്ട് അരുൺ നേരെ റൂമിൽ പോയി രഞ്ജിത്തിൻ്റെ പറയാണ് മുത്തു ആ മഞ്ജരി അന്നേരം മുത്തു എൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ ആ സ്പോട്ടിൽ മുത്തു എൻ്റെ പറയലേ വേണ്ട മഞ്ജരി എടുത്ത് ഉടക്കുണ്ടാക്കല്ലേ, മഞ്ജരി എടുത്ത് പോവല്ലേ എന്ന് പറഞ്ഞു. ഇവനുണ്ടല്ലോ ഇവൻ ഡപ്പയാണ്. ഇവനെ വിശ്വസിച്ച കൂടെ അപ്പം ഓരോ സ്വഭാവമാണ്. വെറും ഡപ്പ അല്ല ഡപ്പ. ഇവനാണ് പണ്ട് മറ്റേ ഈ അരുണാണ് പണ്ട് ചിങ്ചാക്ക് ഇറക്കിയത്. അതുപോലെ ഡബ്ഡപ്പയാണ് അവൻ ഡബ്ഡപ്പ ഓരോ നേരം ഓരോന്ന്. എന്നിട്ട് ഇവൻ സാജനയുടെ കൂടെ അപ്പം നടക്കുന്നു. ഇവൻ കള്ളൻ നോക്കിക്കോ അവൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മഞ്ജരി അടുത്ത് കാണിക്കുന്ന അഭിനയമാണ് എന്നല്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. ഇത്രയാണ് മെയിൻ എപ്പിസോഡ്. ഇനി ഞാനീ പറഞ്ഞത് ഈ ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് മൊത്തം വിജയ് സേതുപതി വന്ന് ഈ കണ്ടസ്റ്റൻസോട് ചേരുമ്പോൾ ഓരോ കണ്ടസ്റ്റൻറ്റ് വരുമ്പോഴും പട്ട ഇരുന്ന പ്രേക്ഷകർ കയ്യടിയാണ്. ദീപക്കിനും റാണവിനും റയാനും വർഷണിക്കും എല്ലാവർക്കും ഭയങ്കര കയ്യടിയാണ്. അപ്പോൾ അവർ വീട്ടുകാർ വിചാരിച്ചിരിക്കുന്നു അയ്യോ നമ്മുടെ ഈ ടാസ്ക് അടിപൊളിയായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു രാജകുടുംബം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭൂലോക പരമ ബോർ ടാസ്ക് ആയിരുന്നു. സത്യം പറയാമല്ലോ നമ്മുടെ മലയാളം ബിബി ഇന്നരക്കാല സ്റ്റാൻഡേർഡ് ഉണ്ട്. എനിക്കങ്ങനെയാണ് പേഴ്സണലി ഫീൽ ചെയ്തത്. പക്ഷേ ആദ്യത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞല്ലോ 9:30 മുതൽ ആ 10:45 വരെ നമ്മൾ കല്ല് വാരി എറിഞ്ഞ് പൊട്ടിക്കും. അമ്മാതിരി ലാഗായിരുന്നു. ഇനിയിപ്പോൾ നാളെ പാട്ടും കൂത്തും മേളമായിരിക്കും 50ാമത്തെ ദിവസം വരെ. ഇന്നിപ്പോൾ പറയാനിലേക്ക് പറഞ്ഞു. എനിക്ക് തോന്നിയൊരു കാര്യം, ഇന്ന് ഒരു ടോപ്പിക് ഇങ്ങനെ ഇത് ഇവിടെ മുതൽ ഇതുവരെ സംസാരിക്കാനുള്ള ടോപ്പിക് ആയിരിക്കും. ഇത്ര ദൂരമുള്ളായിരിക്കും. ഇവിടെ നിന്ന് ഓരോ ഇവിടെ നിന്ന് ഇങ്ങനെ ഇതായിരിക്കും മെയിൻ പോർഷൻ. ഇവിടെ വരെ എത്തും. അടുത്തത് ഇങ്ങോട്ട് അങ്ങ് തിരിഞ്ഞങ്ങ് പോകും അടുത്ത ടോപ്പിക്കിലോട്ട്. ഇന്ന് അതാണ് നടന്നത് ആക്ച്വലി. അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ വർഷിണിയുടെ കേസ് എവിക്റ്റഡ് ആണ്. വർഷിണി അർണവിൻ്റെ കേസ് റീ എൻട്രി ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. പിന്നെ വീട് ഇനി മുതൽ കോട്ട ഇല്ല എന്നറിയുന്നു, ആൺകോട്ട പെൺകോട്ട ഇല്ലെന്ന് അറിയുന്നു. അത് ഞാൻ നാളെ പറയാം. എന്തായാലും ഈ പറഞ്ഞ പോലെ വർഷിണി എവിക്റ്റഡ് ആണ്. അപ്പം നാളത്തെ റിവ്യൂ ആയിട്ട് ഞാൻ വരാം, അപ്ഡേറ്റഡ് വരാം. അപ്പം അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.